യേശുവേ സ്നേഹനാഥ, യേശുവേ പ്രാണനാഥ, യേശുവേ സ്നേഹനാഥ, യേശുവേ പ്രാണനാഥ. അങ്ങുറങ്ങാത്തതെന്ന് ചോദിച്ച എന്നെ എപ്പോഴും കാണണം എന്ന്. അങ്ങുറങ്ങാത്തതെന്ന് ചോദിച്ച എന്നെ എപ്പോഴും കാണണം എന്ന്. യേശുവേ സ്നേഹനാഥ, യേശുവേ പ്രാണനാഥ, യേശുവേ സ്നേഹനാഥ, യേശുവേ പ്രാണനാഥ. വോയിസ് ഓഫ് ലവിൽ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന വചനം 30-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തേതും 12-ാമത്തേതും വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ച്. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ ജട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. എൻ്റെ ദൈവമായ യഹോവ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ആമേൻ. ഈ വചനം എത്ര സമയമാണ് നമ്മെ ജീവിപ്പിച്ചതല്ലേ. നീ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു, നീ എൻ്റെ രട്ട് അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചു. അപ്പം ദൈവം നമ്മുടെ വിലാപങ്ങളൊക്കെ നൃത്തം ചെയ്യുന്ന വിഷയമാക്കി മാറ്റി. യാക്കോബിന് യോസേഫ് ഒരു വിലാപമായിരുന്നു, പക്ഷേ അത് സന്തോഷമാക്കി മാറ്റി. ഈ മൊർദെഖായിക്ക് എസ്തർ ഒരു വിലാപമായിരുന്നു, പക്ഷെ ദൈവം അതേ എസ്തറിനെ ഒരു സന്തോഷ വിഷയമാക്കി മാറ്റി. അപ്പൊ ദൈവം അങ്ങനെ ചെയ്യും. പക്ഷേ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഈ അസാധാരണമായ കാര്യങ്ങൾ എന്തിനാണ്? അതിന്റെ തൊട്ട് താഴെ പറയാം, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. അപ്പൊ ദൈവം നമ്മെ വിടുവിച്ചത് എന്തിനാ? ദൈവം നമ്മെ രക്ഷിച്ചത് എന്തിനാ? ദൈവം നമ്മെ അനുഗ്രഹിച്ചത് എന്തിനാ? അതിൻ്റെ പിൻപിലെല്ലാം ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. അത് അനേകർക്കൊരു അനുഗ്രഹമാകാനും, അത് അനേകർക്കൊരു നന്മയാകാനും, നന്ദിയുള്ളൊരു ജീവിതം നയിക്കാനും, അനേകർക്കൊരു അടയാളമാകാനും ഒക്കെയാണ് ദൈവം ഇതെല്ലാം ചെയ്യുന്നത്. സ്തോത്രം. അപ്പോൾ ഓരോ അത്ഭുതങ്ങളുടെ പിൻപിലും വിടുതലിൻ്റെ പിൻപിലും ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ ആരായണം. ഹല്ലേലൂയ. ഞാൻ മൗനമായിരിക്കാതെ അങ്ങ് എപ്പോഴും സ്തുതിക്കേണ്ടതിന് നീ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി എൻ്റെ രട്ടഴിച്ച് സന്തോഷം ഉടുപ്പിച്ചു. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വിടുതൽ നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ വിടുതൽ കിട്ടുന്നതിന് മുമ്പേ ഒരു തീരുമാനം എടുക്കാം. ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ആ ഇബ്രായ ബാലന്മാർ പറഞ്ഞത്, ഈ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും സ്തോത്രം. അപ്പം ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് ബലപ്പെടുത്തുന്നത്, ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യും. നിങ്ങളുടെ അബദ്ധങ്ങളെ അത്ഭുതമാക്കും, നിങ്ങളുടെ പരാജയങ്ങളെ ജയമാക്കും. അത് നമ്മുടെ ദൈവം ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. വിലാപ ഭവനത്തെ വിരുന്ന് ഭവനമാക്കി മാറ്റും. ലാസറിന്റെ വീട്ടിൽ അതാ സംഭവിച്ചു. ആ വിലാപ വീടിനെ പിന്നെ വിരുന്ന് വീടായിട്ടാണ് കാണുന്നത്. വിരുന്ന് വീടായ കാനായെ വിലാപ വീടായി തുടങ്ങുമ്പോൾ യേശു അവിടെ ചെന്ന് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിരുന്നുശാലയാക്കി അതിനെ മാറ്റി. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും അത്ഭുതമാക്കി മാറ്റാൻ നമ്മുടെ കർത്താവിനെ കഴിയും. പക്ഷേ ഒരു സൗഖ്യവും ഒരു വിടുതലും ഒക്കെ ലഭിച്ചു കഴിയുമ്പോൾ നാം നമ്മുടെ മനസ്സ് ബോധിച്ചതുപോലെ പോകരുത്. മറിച്ച് ഞാൻ മൗനമായിരിക്കാതെ
നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. ഓരോ വിടുതലും ഓരോ സ്തുതികളായി മാറട്ടെ. ഓരോ അനുഗ്രഹങ്ങളും ഓരോ ആരാധനകളായി മാറട്ടെ. നിങ്ങളുടെ കുടുംബത്തെ അവിടേക്ക് എത്തുമ്പോൾ ഒരു സ്തുതിയുടെയും ആരാധനയുടെയും നന്ദിയുടെയും ഒരു അന്തരീക്ഷം ഉണ്ടാകട്ടെ. അതെ, ചെറിയ നന്മകൾ പോലും പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. ആ ചെറിയ നന്മകൾ പറഞ്ഞ് സ്തുതിക്കുമ്പോൾ വലിയ നന്മയിലേക്കുള്ള ഒരു വാതിൽ നമ്മൾ തുറക്കുകയാണ്. ആമേൻ. കർത്താവ് നിങ്ങളെ അത്ഭുതകരമായി അതിശയകരമാക്കി തീർക്കും. ഈ വചനം അവരുടെ മേൽ നടക്കാൻ പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. നീ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ടഴിച്ച് സന്തോഷം ഉടുപ്പിച്ചു. ചിലർ ഇതിനകത്ത് ദുഃഖിച്ചിരിപ്പുണ്ട്, അതങ്ങ് മാറട്ടെ. സന്തോഷവും ആനന്ദവും ദൈവരെ കേൾപ്പിക്കട്ടെ. പ്രാർത്ഥിക്കാം നമുക്ക്. ആമേൻ. യേശുവേ, ഇന്ന് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യും. നീ ഞങ്ങളുടെ വിലാപത്തെ എല്ലാം മാറ്റി സന്തോഷമാക്കി തീർത്തതിന് നന്ദി പറ. വിലാപത്തെ നൃത്തമാക്കി തീർത്തതിന് നന്ദി പറ. ദുഃഖങ്ങളെ സന്തോഷമാക്കി ആശ്വാസമാക്കി തീർത്തതിന് നന്ദി പറ. യേശുവേ, ഇന്ന് പകൽക്കാലം ദുഃഖത്തോടെ അയക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ വചനം അയച്ച് അങ്ങ് സൗഖ്യമാക്കുന്നതിന് നന്ദി പറയും. വിഷ്ണ മനസ്സിന് പകരം സ്തുതികളെ നൽകുന്നതിന് നന്ദി പറയുന്നു കർത്താവെ. കർത്താവ്, സ്തുതികളെ ഞങ്ങളുടെ വായിൽ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവെ. യേശുവെ, ഞങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ വിടുതലുകളും അങ്ങോട്ടുള്ള സ്തുതികളായി മാറട്ടെ. ഞങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും അങ്ങോട്ടുള്ള ആരാധനയായി മാറട്ടെ കർത്താവെ. അങ്ങനെ സ്തുതിക്കുന്ന ഒരു അന്തരീക്ഷം ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബത്തിലെല്ലാം ഒരു ആരാധനയുടെ അന്തരീക്ഷം ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേട്ട ഓരോ വ്യക്തികളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ഇന്ന് ഈ വചനം നിങ്ങൾക്ക് തരികയാണ്. വിലാപത്തെ നൃത്തമാക്കുന്ന, രട്ടിനെ അഴിച്ച് സന്തോഷം ഒടിപ്പിക്കുന്ന ആ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ലൈഫിലുണ്ടാവും. മൗനമായിരിക്കാതെ സ്തുതിക്കേണ്ടത്. സ്തുതിച്ച് തുടങ്ങിക്കോ. ഇന്നത്തെ ദിവസം മുഴുവൻ ഒരു സ്തുതിയുടെ, ആരാധനയുടെ, നന്ദിയുടെ ഒരു ദിവസമാക്കി നമുക്ക് തീർക്കാം. യെസ്, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് ഇന്നത്തെ ദിവസത്തെ അവരിൽ അനുഗ്രഹമാക്കി അവരെ അയക്കുന്നു. ഈ വചനം അവരെ തൊട്ടുകൊണ്ടിരിക്കണമേ, ബലപ്പെടുത്തിക്കൊണ്ടിരിക്കണമേ, ഉറപ്പിച്ചുകൊണ്ടിരിക്കണമേ. ഒരു വലിയ ദൈവപ്രവൃത്തിയെ കണ്ട് സന്തോഷിച്ച് കുടുംബമടച്ച് ആനന്ദിക്കുവാൻ കർത്താവ് അവസരം കൊടുക്കണമേ. അനുഗ്രഹിക്കുന്നു, ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ. സന്തോഷത്തോടെ ഇന്നത്തെ ദിവസത്തെ എതിരേൽക്കാം. ദൈവം കൂടെയുണ്ട്. ഗോഡ് ബ്ലസ് യു. ഷലോം.